ഈ പോലീസുകാരെ കൊണ്ട് ഇപ്പോൾ വലിയ ശല്യമായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പം എന്താ പറയുക, ഡ്രൈവർമാർ ഇപ്പോൾ അടുത്തുണ്ടായ സംഭവമാണ് ഡ്രൈവറിനെ പിടിച്ച് തല്ലിയിരിക്കുകയാണ്. കാര്യം എന്താ, കാക്കി ഇടാത്തതുകൊണ്ടാണ്. പെറ്റി 500 രൂപ പെറ്റിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പെറ്റി ഒന്ന് കുറച്ച് തരണമെന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം കൈവയ്ക്കുകയാണ് ചെയ്തത്. എന്തായാലും ഈ എന്താ പറയുക, ഡ്രൈവർ ആയതുകൊണ്ട് പാവപ്പെട്ടവരെ നെഞ്ചത്ത് കയറുക എന്നുള്ളതാണല്ലോ അവരുടെ മെയിൻ പരിപാടി. അപ്പോൾ എന്തായാലും ഇദ്ദേഹം ഒരു പരിപാടി ചെയ്തു. ഈ അടിക്കുന്നതിൻ്റെ വീഡിയോ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് പകർത്തി DGPക്ക് പരാതിയായിട്ട് പോയെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അടുത്ത നടപടികളിലോട്ട് ഇത് കടക്കുമോ? എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ശരിയാണ്. ഇപ്പോ ഈ യുവാവിന്റെ പേര് ഇവിടെ ഈ സംഭവം നടന്നത് മഞ്ചേരി, മലപ്പുറം മഞ്ചേരിയിലാണ് ഈ സംഭവം നടന്നത്. അതായത് ഈ യുവാവിന്റെ മുഖത്ത് അടിക്കുകയാണ് ഉണ്ടായത്. 500 രൂപ കാക്കി ഷർട്ട് ഇടാത്തതിന് പോലീസ് ചെക്ക് ചെയ്തു. വാഹനം ചെക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ഇദ്ദേഹത്തിന്റെ വാഹനവും ചെക്ക് ചെയ്തപ്പോൾ കാക്കി ഷർട്ട് ഇട്ടില്ല. കാക്കി ഷർട്ട് ഇടാത്തതിന് 500 രൂപ പിഴ ഈടാക്കി. പെറ്റിയടിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു 500 രൂപ ഒന്ന് കുറച്ച് തരണം സാർ, അത്രയും എന്റെ കയ്യിൽ ഇല്ല തരാനായിട്ട്, 500 രൂപ ഒന്ന് കുറച്ച് തരണമെന്ന് പറഞ്ഞപ്പോൾ പോലീസുകാരൻ അപ്പം തന്നെ ഇയാളുടെ മുഖത്തൊരൊറ്റ അടിച്ചിട്ട് പിന്നെ ഈ ആളങ്ങ് പോവുകയും ചെയ്തു. ഈ ദൃശ്യം ആരോ പകർത്തി, ഇവരുടെ സുഹൃത്തായിരിക്കും അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ആരെങ്കിലും ആയിരിക്കും, ആരോ പകർത്തി. സംഭവം മഞ്ചേരിയിൽ വാഹന പരിശോധനയ്ക്കിടെ ഡ്രൈവറുടെ മുഖത്തടിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. മലപ്പുറം പൈത്തിരിപ്പറമ്പ് സ്വദേശി ജാഫറിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ മഞ്ചേരി ട്രാഫിക് യൂണിറ്റിലെ പോലീസ് ഡ്രൈവർ നൌഷാദിനാണ് സസ്പെൻഷൻ. പോലീസിലെ ഡ്രൈവറാണ് ഇയാളെ അടിച്ചത്. ഈ ഡ്രൈവർക്കാണ് അയാൾക്ക് സസ്പെൻഷൻ കിട്ടി. ഇയാളെ മലപ്പുറം ആംഡ് ഫോഴ്സ് ആസ്ഥാനത്തേക്ക് താൽക്കാലികമായി സ്ഥലം മാറ്റിയിരുന്നു. പിന്നാലെ SP-ക്ക് ജാഫർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ. അതായത് പോലീസുകാർ ഇനി ശ്രദ്ധിക്കേണ്ടത്, സാധാരണക്കാരന്റെ നെഞ്ചത്ത് കൈവച്ചാൽ, അതും ആവശ്യമില്ലാത്ത വേലയ്ക്ക് കൈവച്ചാൽ നല്ല പണി തിരിച്ചു കിട്ടും. അതായത് തൊപ്പി തെറിപ്പിക്കാൻ വരെ സാധാരണക്കാർക്ക് കഴിയുമെന്നുള്ളത് നിങ്ങൾ മറക്കാതിരുന്നാൽ നല്ലത്. ഈ അടുത്ത സമയത്ത് ആരോ പറഞ്ഞതാണ്, 3 പേർ തമ്മിൽ വാഹനത്തിൽ പോകാൻ പാടില്ല എന്നൊരു നിയമം നമ്മുടെ കേരളത്തിലുണ്ട്. 3 പേരോ? ബൈക്കില് 3 പേര് പോകാൻ പാടില്ലെന്ന്. 3 പേര് ഇരുന്ന് പോയി എന്ന് പറഞ്ഞ് സാധാരണ പെറ്റിയടിക്കും. ഒരു വലിയ തുക പെറ്റിയടിച്ച് കൈ കൊടുക്കും. അതടയ്ക്കാൻ കഴിവില്ലെങ്കിൽ കോടതിയിൽ പോകും. കോടതിയിൽ പെറ്റിയടയ്ക്കും. ഒരു ദിവസം മുഴുവൻ പുറത്ത് നിൽക്കണം. അങ്ങനെ ചില കലാപരിപാടികളൊക്കെ ഉണ്ട്. ഇത് 3 പേരുടെ മൊബൈൽ ഫോൺ വാങ്ങിക്കൊണ്ടങ്ങ് പോയി പോലീസുകാരെ. അതിനെന്താണ് ഇവർക്ക് അവകാശം? പെറ്റി അടിക്കണമെങ്കിൽ ഒന്നുകിൽ ബുക്കും പേപ്പറും വാങ്ങിക്കോളും. ഇതിനെന്താ ഇവർ പെറ്റി അടയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ നേരെ കോടതിയിലേക്ക് പോകും, അല്ലെ? ബാക്കി നടപടികളൊക്കെ കോടതിയിലാണ്. കോടതിയിൽ പൈസ അടച്ചിട്ട് ചിലപ്പോ എനിക്ക് തോന്നുന്നത് പെറ്റി അടയ്ക്കുന്നതിനൊന്നും പിടിച്ച് വരാതെ നിർത്തില്ല എന്ന് തോന്നുന്നു. അത് ഈ മദ്യപിച്ചതിന് മാത്രമാണ് അങ്ങനെ എന്തോ ഓടിച്ചതിനാണ് അങ്ങനത്തെ ശിക്ഷ. പെറ്റി അടയ്ക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ പിന്നെ പോലീസുകാർക്ക് എന്താണ് ഇത്ര പ്രശ്നമെന്നാണ് ചോദിക്കുന്നത്. എല്ലാ പോലീസുകാരെയും അല്ല പറയുന്നത്. ചില രാമൻപിള്ള പോലീസുകാരുണ്ടല്ലോ പഴയ, ഇവന്മാർ ഒരു കാലത്തും നന്നാവില്ല. അതായത് സാധാരണക്കാരന്റെ കൊങ്ങയ്ക്ക് പിടിച്ച് കഴുത്ത് പിടിച്ച് ഞങ്ങൾ എന്തോ സംഭവമാണ്, ഞങ്ങൾ എന്തോ മറ്റോന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാധാരണക്കാരെ മുഴുവൻ ഉപദ്രവിക്കുകയാണ് ഇവന്മാരുടെ സ്ഥിരം ജോലി എന്ന് പറയുന്നത്. ഈ മറ്റേ വാഹന പരിശോധന എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എത്ര ആളുകളാണ് പിന്നെ വണ്ടി വളവിലാണ് നിൽക്കുന്നത്. വണ്ടി വളച്ചെടുത്തോണ്ട് പോയിട്ട് എത്ര വാഹനങ്ങൾ ഇടിച്ച് എത്ര ആളുകളെ അവന്മാർ കൊന്നിട്ടുണ്ട്, ഇല്ലേ? എത്ര ആളുകളുടെ ജീവനാണില്ല. ഇത് ഒരു 10 വർഷത്തോളം മുൻപേ ആണെന്ന് തോന്നുന്നത്. 2015-ലാണ് ഇവരൊരു വളവിൽ ഇതുപോലെ നിന്ന് ഹൈവേയിലോട്ട് കയറുന്ന റോഡാണ് അത്. എറണാകുളത്ത് നടന്നതായിട്ടാണ് എൻ്റെ ഓർമ്മ. അവിടെ ഇവർ വളവിൽ നിൽക്കുകയും അതിൽ ഈ പറയുന്ന പോലെ ഈ ചെക്കിങ്ങിന് നിന്നപ്പോൾ ഈ മരണപ്പെട്ടത് അതിൻ്റെ ഒരു അച്ഛൻ, അമ്മ, കുട്ടി 3 പേര് ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു. അന്ന് ഇത് വലിയ രീതിയിൽ ചർച്ചയായതാണ്. പിന്നെ ഇവർ വളവിൽ നിൽക്കുന്ന കുറേ നാളത്തേക്ക് മാറ്റി വെച്ചു. ഇതെല്ലാം അങ്ങനെയാണല്ലോ നാട്ടിൽ. പിന്നെ വീണ്ടും ഈ പറയുന്ന പോലെ വളവിലാണ് നിൽക്കുന്നത്. ഈ വളവിൽ നിന്നാലേ ഇവർക്ക് പിടിക്കാൻ കിട്ടുള്ളൂ. അതിൽ ടാർഗറ്റ് ഉണ്ടല്ലോ. അതെ, 31 തീയതി ആകുമ്പോഴാണ് ഇറങ്ങുന്നത് ടാർഗറ്റ് പിടിക്കാൻ. ഞാൻ ചോദിക്കുന്ന, കാക്കി ഷർട്ട് ഇടാത്ത ഒരാളെ പൈസ കുറച്ച് തരണമെന്ന് പറഞ്ഞതിന് എന്തിനാണ് മുഖത്തടിക്കുന്നത്? ഇയാൾ ആദ്യം പിന്നെ എന്താ സാധാരണക്കാരനാണ്, ആരും ചോദിക്കാനും പറയാനുമില്ല. പോലീസുകാരായതുകൊണ്ട് FIR-ൽ എന്തെങ്കിലും എഴുതി ചേർത്ത് വിട്ടാൽ നമ്മുടെയൊക്കെ ജീവിതവുമാരെ തകർക്കാൻ കഴിയും എന്നൊക്കെ ഉള്ളൊരു വല്ലാത്ത ഭയം ഇപ്പോഴും പോലീസുകാരെ കൊണ്ട് നമുക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പോലീസുകാർ എന്ത് പറഞ്ഞാലും ചെയ്താലും നമ്മൾ വിചാരിക്കും പോട്ടെ, അവന്മാരെ പുറകെ പോകണ്ട. കാരണം പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കള്ളക്കേസ് കുടുക്കി നമ്മളെ അകത്താക്കുക, അല്ലെങ്കിൽ നമ്മുടെ ജീവിതവുമാരെ നശിപ്പിക്കുക. നാളെ പുറത്തു പോകേണ്ടതാണ്, പാസ്പോർട്ട് എടുക്കണം. ആ പാസ്പോർട്ട് എടുക്കാൻ പോകുന്ന സമയത്ത് അവന്മാർ എന്തെങ്കിലും കൊണഷ്ടം കൊണ്ട് വരുമോ? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ
പ്രശ്നങ്ങൾ സാധാരണക്കാർ അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവന്മാർ എന്ത് തെണ്ടിത്തരം തോന്നിവാസം കാണിച്ചാലും നമ്മളങ്ങ് വിട്ടുകൊടുക്കുന്നത്. ഈ പാർട്ടി നേതാക്കന്മാരെ ചീത്ത എത്ര തള്ളക്ക് വിളിച്ചാലും ഇവന്മാരിരുന്ന് വാലാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ? അതെ, പാർട്ടി നേതാക്കന്മാര് പിന്നെ എന്താ പറയാ, സീറ്റ് ബെൽറ്റ് ഇടാതെ പോയാലും ഇവന്മാർ കൈപൊക്കി കാണിക്കും, ഒരു കുഴപ്പവും ഇല്ല. അത് ക്യാമറയിൽ വന്നാലും പ്രശ്നമില്ല. അത് പിന്നെ എന്താ പറയുക, ഹെൽമെറ്റ് വെക്കാതെ പാർട്ടിക്കാരന്മാർ പോയാലും ഇവർക്ക് പ്രശ്നമില്ല. സാധാരണക്കാരനെ എങ്ങനെയൊക്കെ പിഴിഞ്ഞെടുക്കണം, അതൊക്കെ പണ്ടാണ് ഏമാമാരെ. ഇപ്പൊ അതൊന്നും നടക്കില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ കാലമാണ്. നിങ്ങൾ എന്ത് കാണിച്ചാലും നിങ്ങൾ കാണിക്കുന്നത്, കാരണം ഈ എറണാകുളത്ത് തന്നെ ഏതോ പിന്നെ എന്താ പറയുക, ഈ അനാശാസ്യ കേന്ദ്രങ്ങൾ പോലീസുകാർക്ക് വരെ ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് 2 പോലീസുകാർ, പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ 2 പോലീസുകാർ അറസ്റ്റിലായ സംഭവം ഈ അടുത്ത കാലത്താണ് വന്നത്. അപ്പൊ പോലീസുകാർ എവിടെ കുൽസിത പരിപാടിക്ക് പോയാലും അത് പിടിക്കപ്പെടും. നിങ്ങൾ എന്ത് തോന്നിവാസം കാണിച്ചാലും പിടിക്കപ്പെടും. ഈ സിനിമയിലൊക്കെ കാണിക്കുന്നത് പോലെ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ വെള്ളം ഒഴിച്ചുകൊണ്ടുവന്ന് വാഹനം ഓടിച്ച സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സല്യൂട്ട് ചെയ്ത് വിടും. ഈ സ്ഥാനത്ത് ഏതെങ്കിലും സാധാരണ മദ്യം കൊടുക്കുന്നത് സർക്കാർ തന്നെ, കുടിക്കാൻ പറയുന്നത് സർക്കാർ തന്നെ, ഇത് കുടിച്ചിട്ട് വണ്ടി പിടിക്കുന്നത് സർക്കാർ തന്നെ ഇല്ലേ? ഈ പോലീസുകാർ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് നിയമം കയ്യിലെടുക്കാൻ കഴിവുണ്ട്? ഒരു കാക്കി ഷർട്ടും ഒരു ഉടുപ്പും എടുത്തിട്ട് ഒരു തൊപ്പിയും തലയിൽ കയറ്റിയ ഞങ്ങളാണ് ഇവിടത്തെ എല്ലാം, ഞങ്ങളെ കവിഞ്ഞ് ആരും ഇല്ല എന്നുള്ള ഒരു സ്വയം ബോധ്യം ഈ പോലീസ് ഏമാന്മാർക്കുണ്ട്. എല്ലാ പോലീസുകാരും എല്ലാം ഇപ്പോഴും പറയുന്നു, നല്ലവരായ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഉണ്ട്. ജനങ്ങൾക്ക് വേണ്ടി അവരെ പോലീസ് കുപ്പായം ഇട്ടിരിക്കുന്നത് സേവിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നും ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നും ഉത്തമ ബോധ്യമുള്ള നിരവധി പേർ ഇപ്പോഴും പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ. അങ്ങനെ അല്ലാത്ത കുറെ എണ്ണം ഉണ്ട്. അതായത് ഈ ഡിപ്പാർട്ട്മെന്റിനെ പറയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ കുറെ എണ്ണം. അത് ഈ എവിടെ നോക്കിയാണ് വണ്ടി ഓട്ടിക്കുന്നത്, ഇവിടെ നിൽക്കുക, നീ ഇപ്പൊ അത് ധാർഷ്ട്യമാണ്, നീ ഇപ്പൊ പോണ്ട, അവിടെ നിന്നാ മതി, ഞാൻ പറഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ അങ്ങ് ഈ എന്താ പറയുക, നമ്മുടെയൊക്കെ അവകാശം ഇവർക്ക് അത് തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോ എടാ പോടാന്നൊക്കെ വിളിക്കാൻ ആരാ ഇവർക്ക് അധികാരം കൊടുത്തിരിക്കുന്നത്? സാധാരണക്കാരെ എടാ പോടാന്ന് വിളിക്കാനും സാധാരണക്കാരന്റെ ദേഹത്ത് കൈവയ്ക്കാനും തെറ്റ് ചെയ്യാത്തവനെ ഇപ്പൊ അടിച്ച് ഇടിച്ചോ പിന്നെ കുറ്റം പോലും പറയിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇതിനെപ്പറ്റി ശ്രീജിത്ത് IPS ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ഇതിനേക്കാൾ രസകരം. അദ്ദേഹം പറഞ്ഞ് അത് കേരള പോലീസിന് ഒരു അച്ഛന്റെ സ്നേഹമുണ്ട്, അതുകൊണ്ട് അച്ഛന്റെ സ്നേഹം കൊണ്ട് അങ്ങനെ പറയുന്നതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അച്ഛന്മാരെ കൈവയ്ക്കുന്ന മക്കളും ഉണ്ട്, അതിപ്പോ തെളിഞ്ഞല്ലോ. അല്ല, തിരിച്ചു പറയാനുള്ളത് അച്ഛനാവാൻ വേണ്ടി വരേണ്ട ആവശ്യമില്ല, പോലീസിന്റെ ജോലി നോക്കിയാൽ മതി എന്നുള്ളതാണ്. അല്ല, അത് നമുക്കൊക്കെ ഒരൊറ്റ അച്ഛനേ ഉള്ളൂ. ലോകത്ത് കാണുന്ന പോലീസുകാരന്മാരെല്ലാം അച്ഛനായിട്ട് കാണണമെന്ന് പറ്റത്തൊന്നുമില്ല. ഇവന്മാരെയൊക്കെ എങ്ങനെ മൂത്തവർ അച്ഛൻ എന്തെങ്കിലും കാര്യം ചെയ്യാം. പോലീസുകാരന്മാരെ നാളെ വളവില് പെറ്റി അടിക്കാൻ നിൽക്കട്ടെ, അപ്പൊ വിളിക്കാം അച്ഛാ, പെറ്റി അടിക്കല്ലേ അച്ഛാ, പൈസ ഇല്ല അച്ഛാ എന്ന് പറയാം. അച്ഛാ ഞങ്ങളെ കയ്യിൽ പൈസ ഇല്ല അച്ഛാ, അച്ഛൻ പെറ്റി അടിക്കല്ലേ എന്ന് പറയാം. ഞങ്ങൾക്ക് അച്ഛന്മാരുണ്ട്, ഞങ്ങൾക്ക് വൈകി പോണവന്മാരത് ഞങ്ങൾ അച്ഛനാവണ്ട, ഞങ്ങൾക്ക് അല്ലേ, നമുക്ക് അച്ഛന്മാരൊക്കെ ഉണ്ട്. ഇനി പോലീസ് ഇത്തരത്തിൽ കയ്യൂക്ക് കാണിച്ചാൽ തിരിച്ച് ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ ആളുകൾക്ക് ഒരു മടിയുമില്ല എന്നുള്ളതാണ് മലപ്പുറത്തെ ഈ സംഭവത്തിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി പോലീസുകാരൻ എന്തെങ്കിലും രീതിയിൽ പക പോക്കേണ്ട രീതിയിൽ ഇയാളോട് ഈ യുവാവിനോട് കാണിച്ചാൽ തിരിച്ച് ഇയാൾ തൊപ്പി ഒരു സസ്പെൻഷൻ വീട്ടിലിരിക്കേണ്ട. ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. ഈ ലൂസിഫർ സിനിമയിലെ മോഹൻലാൽ അറിയാലോ, സ്ഥിരം പോലീസുകാരെ ഒട്ടിക്കുന്ന ഒരു കഥാപാത്രങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. അത് അത്രയും സ്വീകാര്യത കഥാപാത്രം കിട്ടുന്നത് അതുകൊണ്ടാണ്, കാരണം ജനങ്ങൾ അത്രയും പോലീസിനെ വെറുക്കുന്നുണ്ട്. അപ്പൊ അതിന് ലൂസിഫറിലെ ഈ സീൻ ഉണ്ടായിരുന്നു, ചവിട്ടി ഭിത്തിയിൽ ഒട്ടിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ പോലീസിന്റെ സംഘടന വന്ന് പറഞ്ഞിരുന്നു, അത് ഈ സീൻ വയ്ക്കാൻ പറ്റൂല, കാരണം ജനങ്ങൾക്ക് ഇത് പ്രചോദനം നൽകുന്നു. പോലീസുകാരെ ചവിട്ടാൻ എങ്ങനെ പ്രചോദനം നൽകാതിരിക്കും? നിങ്ങളെ കയ്യിലിരിപ്പ് അങ്ങനെയാണ്. നിങ്ങൾ നന്നായാൽ ഞങ്ങൾ നന്നാവും, ഇല്ലേ നിങ്ങൾ കാണിക്കുന്നതിന്റെ ഇരട്ടി ഞങ്ങളും കാണിക്കും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഏമാമാരെ പഴയ ആ കാക്കി കുട്ടി നിക്കറും മറ്റേ കയ്യിലെ ലാത്തിയും കുട്ടമ്പിള്ള ചട്ടമൊന്നും ഇപ്പൊ വേണ്ട. ഇപ്പോഴത്തെ കൃത്യമായി കാര്യങ്ങൾ തെറ്റ് ചെയ്തിട്ടുള്ളവരെ ശിക്ഷിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. അത് നിങ്ങൾ നിയമപരമായി കൃത്യമായി കൊണ്ടോ, അല്ലാത്തവരുടെ നെഞ്ചത്ത് കയറാമെന്ന തിരിച്ചെട്ടിന്റെ പണി നിങ്ങൾക്കും കിട്ടും.